ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. പന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, പന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടാം. ഉന്നത വിളിക്കു യോഗ്യരെ. പ്രൈസ് ഗോഡ്. അതെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നാം വഴിയിൽ അലഞ്ഞ് തളർന്നു പോകുവാൻ കർത്താവ് ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മെ ദൈവം വിളിച്ച വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ഓരോ നാളും ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി എബ്രായരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അതെ, ഇവിടെ നാം 2 മഹാപുരോഹിതന്മാരെ കുറിച്ച് വായിക്കുന്നു. ഒന്ന് പഴയ നിയമത്തിലെ മഹാപുരോഹിതനായ അഹരോനും, 2 പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു. ഇവരുടെ 2 പേരുടെ പ്രത്യേകത, ഇവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. അതെ, അഹരോനെ കുറിച്ച് നാം വായിച്ചു. ദൈവം വിളിക്കുന്നവനല്ലാതെ ആർക്കും ആ സ്ഥാനം സ്വതവേ എടുക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അഹരോനെ ആ സ്ഥാനത്തേക്ക് വിളിക്കുമെന്നും ആർക്കും അറിയില്ലായിരുന്നു, അഹരോനെയും അഹരോന്റെ ഗോത്രത്തെയും. അതേ പ്രിയ ദൈവമക്കളെ, ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമുക്ക് നൽകുന്ന ദാനമാണ് കൃപ. കൃപയാലാണ് നാം ചില സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് വിളിക്കപ്പെടുന്ന, തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതന്മാരെ കുറിച്ച് അതിൻ്റെ 1-2 വചനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ അഹരോനോ ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, ആ സ്ഥാനം ലഭിച്ചു. അതുപോലെ തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും, അവിടെ നാം വായിക്കുന്ന ആ മഹത്വം, ആ സ്ഥാനം യേശുക്രിസ്തു സ്വതവേ എടുത്തതല്ല, എൻ്റെ പിതാവായ ദൈവം തനിക്ക് കൊടുത്തതത്രേ. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കുവാനിടയായിത്തീർന്നു? നാം ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി നാം വെമ്പൽ കൊള്ളേണ്ട ആവശ്യമില്ല. നമ്മെ ആ സ്ഥാനത്താക്കണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് നമ്മെ ആക്കും. ഹല്ലേലൂയ. അഹരോനെ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റ രാത്രി കൊണ്ടാണ് മറ്റെല്ലാ വടികളിൽ നിന്നും വ്യത്യസ്തമായി അഹരോന്റെ വടി പൂത്തു തളിർത്തു, അത് ബദാം ഫലം കായ്ച്ചു. സ്തോത്രം. അങ്ങനെ ദൈവം വ്യത്യാസം വെളിപ്പെടുത്തി അഹരോനെ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ മനുഷ്യരാലുള്ള തിരഞ്ഞെടുപ്പും മനുഷ്യരാലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം പരിശ്രമിക്കേണ്ട. അതിനുവേണ്ടി നാം അധികം നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത് നാം കളയണ്ട. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ നാം താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും. മനുഷ്യരാലുള്ള പുകഴ്ച എന്നേക്കും നിലനിൽക്കുകയില്ല. അതുപോലെ നാം സ്വയമേ
അമ്മേ നാം നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങൾ, ഉയർച്ചകൾ അതും എന്നേക്കും നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവം നമ്മെ ശുശ്രൂഷാ തലങ്ങളിൽ, മറ്റ് ജോലി മേഖലകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മെ ഉയർത്തണമെന്ന്, നമ്മെ ചില സ്ഥാനങ്ങളിൽ മാനിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിശ്ചയമായി ആ കർത്താവ് നിശ്ചയമായി നമ്മെ അവിടെ ആക്കിയിരിക്കും. യാതൊരു വ്യക്തിക്കും ശക്തിക്കും അവിടെ ജയമെടുപ്പാൻ കഴിയുകയില്ല. ആയതിനാൽ സ്വതവേ നമ്മെ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളെ അവസാനിപ്പിച്ച് ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും. സ്വന്തം മഹത്വം, സ്വന്തം പ്രശസ്തി നാം അന്വേഷിച്ച് ഓടേണ്ട. നിശ്ചയമായി കർത്താവ് തക്ക സമയത്ത് നമ്മെ മാനിക്കും. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ആരോനെ പോലെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ പോലെ താണിരുന്നു കൊണ്ട് അനുസരണത്തോടെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു ആമേൻ തക്ക സമയത്തുള്ള ഉയർച്ചകളും മാന്യതകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.